ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. വെള്ളാപ്പള്ളിയുടെ വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവന വാസ്തവത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് CPM-നെയാണ്. അച്ഛന്റെ മടിയിൽ ഇരിക്കുകയും വേണം, അമ്മയുടെ വക്ഷസിൽ ഉറങ്ങുകയും വേണമെന്ന് ചടിക്കുന്ന കുഞ്ഞിന്റെ സ്ഥിതിയിലാണിപ്പോൾ CPM. ഏതാനും വർഷങ്ങളായിട്ട് മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്ന CPM ഇപ്പോൾ വെട്ടിലകപ്പെട്ടത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണല്ലോ. ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുഴയുകയാണ്. വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാതിരുന്നാൽ ഈഴവരുടെ വോട്ട് പോകുമെന്ന ഭയം, മുസ്ലിങ്ങളെ വെറുപ്പിച്ചാൽ മുസ്ലിങ്ങളുടെ വോട്ടും പോകും. ഈ രണ്ടു കൂട്ടരിൽ ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്? വളരെ ചിന്തനീയമായ ഒരു വിഷയമാണിത്. ഇതാണ് വർഗീയ പ്രസ്ഥാനത്തെ പ്രീണിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഫലം. സത്യസന്ധമായിട്ട് ആശയങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രത്യയശാസ്ത്രത്തിനും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ദുർഗതി അവർക്ക് വരില്ലായിരുന്നു. ഇത് കുറെ നാളുകളായി പിണറായിയുടെ കാലഘട്ടത്തോടുകൂടെ, അഥവാ പിണറായി വലിയ അധീശത്വം സ്ഥാപിച്ചതിന് ശേഷം ഉണ്ടായ ദുർഗതിയാണ്. കാരണം അദ്ദേഹത്തിന്റെ അഴിമതികളെ മറയ്ക്കുവാൻ അദ്ദേഹം കൂട്ടുപിടിച്ചത് BJP-യാണ്. എത്രയെത്ര അഴിമതികൾ BJP-യുടെ സഹായത്തോടുകൂടെ, RSSന്റെ സഹായത്തോടുകൂടെ അദ്ദേഹം വിജയിച്ചു. ഇനിയിപ്പോൾ മറ്റൊരു സംഭവം നമുക്കറിയാം. ആ ഒരു സംഗതി മുസ്ലിം വിഭാഗത്തെ ചൊടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ രണ്ടു കൂട്ടരുടെയും ഇടയിൽ ഇതാ മറ്റൊരു വിഷം വമിക്കുന്ന വ്യക്തിയും കൂടെ ശക്തിയായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതെല്ലാം BJP-യോടൊപ്പം വെട്ടിലാക്കിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയാണ്. അടുത്തിടെ BJP ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്ത്യാനികളെ പ്രീണിപ്പെടുത്തുവാൻ എന്തെല്ലാം മറിമായങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനോടുകൂടെ ക്രൈസ്തവർ, വിശേഷവിധിയായി റോമൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഏറെക്കുറെ BJP-യെ കൈയൊഴിഞ്ഞ മട്ടിലാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അവർക്ക് സാധിക്കുകയില്ല. കോൺഗ്രസും ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ കുറെ കാര്യങ്ങളൊക്കെ ആർജിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കാശിന് കൊള്ളാത്തൊരു പ്രതിപക്ഷ നേതാവുള്ള കാലത്തോളം കോൺഗ്രസിന് ഒരു നേട്ടവും കൊയ്യാനാവില്ല. 14 വർഷം VS പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളോ അദ്ദേഹത്തിന്റെ ആദർശങ്ങളോ കോൺഗ്രസ് പിന്തുടരുന്നില്ലെങ്കിലും അദ്ദേഹം സ്വീകരിച്ച ആ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്ത നടപടികൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആവശ്യമാം വിധം പ്രതികരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്വാധീനം ജനങ്ങളിൽ ചെലുത്തുവാൻ കഴിയുമായിരുന്നു. മറിച്ച് അദ്ദേഹം ഒരു കാശിനും കൊള്ളാത്ത നിലയിൽ ജനങ്ങളുടെ പൾസറിയുവാൻ ശ്രമിക്കാതെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുവാനുള്ള കുൽസിത മാർഗം മാത്രമാണ് കൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രതിപക്ഷത്ത് നിന്ന് ഒരു നല്ല നേതാവ് ഉണ്ടാകാത്ത കാലത്തോളം കോൺഗ്രസിന്റെ ഗതി പരമദയനീയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷവും ദയനീയമാണ്.
ഇതിനിടയിൽ രണ്ടു പക്ഷത്തെയും മാറ്റി നിർത്തി വകഞ്ഞ് BJP കടന്നു വരുവാൻ ശ്രമം നടത്തി. അപ്പോൾ അവർക്ക് ഇരുട്ടടിയായി ക്രൈസ്തവരുടെ പ്രതിഷേധം വന്നുവിട്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടികളും അക്ഷരാർത്ഥത്തിൽ വളരെ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അത് ഏറ്റവും ബാധിക്കുന്ന കേരളീയരെയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഈ വിപ്ലവ തൊഴിലാളി പ്രസ്ഥാനത്തിൽ ആശയർപ്പിച്ച പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന് അവരുടെ ആയുസ്സും ആരോഗ്യവും അധ്വാനവും എല്ലാം വ്യയം ചെയ്ത് മുന്നോട്ട് പോയതാണ്. പക്ഷേ പിണറായിസം അവരുടെ എല്ലാ പ്രതീക്ഷകളുടെയും അടിവേര് അറുത്ത് കളഞ്ഞു. ഇനി പിണറായിസത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരളവിൽ പിണറായി കോൺഗ്രസ് അനുകൂലമായ സംവിധാനമായി ചെയ്തു കൊടുത്തത് ഈ അഴിമതി തുറന്നു കാണിച്ചാൽ മാത്രം മതി കോൺഗ്രസിന് നേട്ടം കരസ്ഥമാക്കുവാൻ. പക്ഷെ അതിന് കോൺഗ്രസിന് പറ്റിയ നേതാവില്ലാതെ പോയി. ഒരുപക്ഷെ സുധാകരൻ ഇദ്ദേഹത്തെക്കാൾ മികച്ച സംഭാവനകൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തെയും ഈ പ്രതിപക്ഷ നേതാവ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെക്കാൾ മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ചെന്നിത്തല എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ ഭാവി എന്ത്? ഈ ഒരു അവസ്ഥയിൽ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ ജനങ്ങളുടെ സമക്ഷത്തിൽ അവതരിപ്പിക്കുവാൻ മൂർച്ചയേറിയ വാക്കുകളിലൂടെ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് കോൺഗ്രസിന്റെ അപജയമാണ്. ഇതിൽ നിന്നൊരു മാറ്റം ഇനി പ്രതീക്ഷിക്കാൻ കഴിയുമോ? അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെ ഏതെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ വേണ്ട. ഏതായാലും എല്ലാ പാർട്ടികളും ഒരേ അവസ്ഥയിൽ അധപ്പതനത്തിന്റെ മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലാത്ത വിഭാഗം ആളുകൾക്ക് ഒരു ആശ്വാസപ്രദമാണ്. പക്ഷേ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും എല്ലാം ഈ കുതന്ത്രങ്ങളും ഈ കഴിവില്ലായ്മയും ബാധിക്കുന്നത് സാധാരണക്കാരായ കേരളീയരാണ്. ഇപ്പോൾ തന്നെ വിലക്കയറ്റം കൊണ്ട് ശ്വാസം മുട്ടിക്കഴിയുന്ന ജനത്തിന്, കടത്തിന്റെ ഭീകരാവസ്ഥയിൽ മുന്നോട്ടു പോകുന്ന കേരളത്തിന് ഇനി എത്ര നാളിങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും? വളരെ സന്നിഗ്ധമായ, വളരെ സങ്കീർണ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ആഗമം മീഡിയയിലൂടെ ഞങ്ങൾ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ആവിഷ്കരിക്കുന്നതാണ്. നിങ്ങൾ സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.